MBA for everybody? എല്ലാവർക്കും പറ്റിയ ഒരു പ്രൊഫൈൽ തന്നെയാണോ? ഏജൻസികൾ മാത്രം കേട്ടിട്ട് വാറൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കരുത്. പിന്നെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി AIയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ആ ഡിഗ്രി ഇവിടെ വന്ന് വാലിഡ് അല്ല. മറ്റുള്ളവരെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാൾ അടുത്ത ലെവലിൽ കയറില്ല. 101% മാനേജ്മെന്റ് ഒരിക്കലും അയാളെ പ്രൊമോട്ട് ചെയ്യില്ല. 4-5-6 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ മാത്രമല്ല. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എ ജോബ്. എൻ്റെ കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ChatGPTയോട് ചോദിക്കാനാണെങ്കിൽ എനിക്ക് 40,000 രൂപ തരേണ്ട കാര്യമില്ല. സോ നാച്ചുറലി ഒരാൾ MBA-കാരനെ ചൂസ് ചെയ്യുന്നത് അവൻ്റെ സർട്ടിഫിക്കറ്റിനല്ല, അവൻ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട്. കാരണം ഇന്നത്തെ കുട്ടികളെ 10 വർഷം മുമ്പ് പഠിപ്പിച്ച പോലെ പറ്റില്ല. PPT ഇട്ട് ഇത് പുറകെ തിരിഞ്ഞിരുന്ന് വായിച്ച് അവർക്ക് ദേ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ടീച്ചേഴ്സ് പിള്ളേർക്ക് ഇട്ട് കൊടുത്താൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇത് സെർച്ച് ചെയ്യും, ഇവരുടെ ഫീഡിൽ പിന്നെ ഇതാ വരിക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാണ്. സോ ഇതൊരു പ്രോബ്ലമാണ്, അതിന് സൊല്യൂഷനും അപ്പുറത്തുണ്ട്. ഭയങ്കര മിടുക്കന്മാരെ പഠിപ്പിക്കുന്നതിലല്ല ഒരു അധ്യാപകൻ വേണ്ടത്. ഏറ്റവും താഴെയുള്ള കുട്ടികളെ പോലും ഒരു ഡെൽറ്റ ഡിഫറൻസിൽ കൊണ്ടുവരുന്നിടത്താണ് ഒരു ടീച്ചർ ജനിക്കുന്നതെന്ന് അപ്പം കൊച്ചിലെ മുതൽ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ടായിരിക്കും. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു ദ ഷോ. നമ്മൾ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എല്ലാവർക്കും ഒരു റിക്വസ്റ്റ് നൽകുകയാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. കാരണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദാറ്റ് ബെൽ നോട്ടിഫിക്കേഷൻ ഫോർ ഓൾ ദ വീഡിയോസ്. എല്ലാ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി പ്ലീസ് ആ ബെൽ ഐക്കൺ നിങ്ങളത് പ്രസ് ചെയ്യുക. ലെറ്റ്സ് ഗോ ഹെഡ്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് പഠിത്തത്തിനെ കുറിച്ചാണ്. ഇതിപ്പോൾ പഠിത്തത്തിൻ്റെ സീസൺ ആണല്ലോ. കോളേജസ് തുറക്കുന്നു, സ്കൂൾസ് തുറക്കുന്നു, ഒത്തിരി സംസാരങ്ങൾ അബൌട്ട് കോഴ്സസ്, ഏത് കോഴ്സ് എടുക്കണം. ആൻഡ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് MBA കുറിച്ചായിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലേണിങ്ങിനെ കുറിച്ചും പഠിക്കേണ്ട രീതികളെക്കുറിച്ചും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതായിരിക്കും. ആൻഡ് ഫോർ ദാറ്റ് വി have with us Dr. Bindu Ann Thomas. She is the principal of Kochi Business School. Appa Bindu ma'am, welcome to our show. 20 years of experience as a teacher, educationist, mentor, trainer, strategist. It's a long list. Absolutely an honor to have you. Thank you so much, Dhanya. എനിക്ക് പലപ്പോഴും ഒരു സംശയം തോന്നിയിട്ടുള്ളത്, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നിയത് എന്നെ അച്ഛനും അമ്മയും പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന രീതിയിലായിരുന്നില്ല ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ പഠിക്കുന്ന രീതി ഇപ്പോൾ മാം നോട്ട് ചെയ്തില്ല, ഞാൻ എല്ലാം കുത്തിക്കുറിച്ച് എനിക്ക് എഴുതാതെ ഒന്നും എൻ്റെ തലയിൽ പോവില്ല. അപ്പോൾ യു ആസ്ക് മീ ഇഫ് ഐ ആം എ വിഷ്വൽ ലേണർ. അപ്പോൾ ഞാനിങ്ങനെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ വിഷ്വൽ ലേണർ എനിക്കെല്ലാം വിഷ്വലിയാണ്, ഫോട്ടോഗ്രാഫ് മാതിരി ആലോചിച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. സോ വാട്ട് ഈസ് ദിസ് തിങ് കോൾഡ് വിഷ്വൽ ലേണർ? അതുപോലെ എനിക്ക് തോന്നുന്നു ഓഡിറ്ററി ലേണിംഗ്, ആ ടെക്നിക്സിനെ കുറിച്ചൊന്നും ഇപ്പോൾ കൈനസ്തെറ്റിക്സ് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമോ? ബിക്കോസ് അതെനിക്ക് തോന്നുന്നു യൂണിവേഴ്സലി ഇപ്പോൾ MBA സ്റ്റുഡൻസ് ആവണമെന്നില്ല, ഏത് സബ്ജക്റ്റ് ഏത് കരിക്കുലം എടുത്താലും അത് ആപ്ലിക്കബിൾ ആണ്. We all have our own primary learning styles, അല്ലേ? This is basically called learning style ആണ്. അത് ആക്ച്വലി MBA-ക്കാരല്ലേ ഏറ്റവും കൊച്ചു കുട്ടി മൂലം നമുക്കത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന കുറച്ചും കൂടെ എളുപ്പമാക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ധന്യയുടെ നോട്ട് കണ്ടപ്പോൾ ചോദിച്ചു, ഇമ്മീഡിയറ്റ്ലി ചോദിച്ചു ആർ യു വിഷ്വൽ ലേണർ? കാരണം വിഷ്വൽ ലേണറിനെ സംബന്ധിച്ചുള്ള കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ചുള്ള കേൾക്കുന്നത് ഉടനെ തന്നെ എഴുതണം. ഇപ്പോൾ ഒരു സാധനം ഒരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ എഴുതുന്ന കാണുമ്പോൾ അറിയാം അവർക്ക് വിഷ്വൽ ആണെന്നുള്ളത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്ഥലം ചോദിച്ചു എന്ന് വെച്ചോ, എങ്ങോട്ട് പോയി ഇങ്ങനെ പോയി ഇങ്ങനെ കാണിക്കാം. ബിക്കോസ് അങ്ങനെയുള്ളവർ വിഷ്വൽ ലേണേഴ്സാണ്. അവരെ സംബന്ധിച്ചുള്ള പിക്ചറാണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മനസ്സിലായി? അവരെ മാപ്പ്, കളർ ചാർട്ട്, ഒരു എക്സൽ എടുത്ത ഫുൾ ഞാൻ വിഷ്വൽ ലേണറാണ്, ഫുൾ കളർ. അങ്ങനെയുള്ള കുട്ടികൾക്ക് കണ്ടു പഠിക്കുന്നതാണ് കുറച്ചും കൂടെ ആക്സസിബിൾ. എഴുതണം, അങ്ങനെയുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ച് ഇമ്പോസിഷൻ എഴുതിപ്പിച്ച കാര്യമുണ്ട്. ഓഡിറ്ററി ഉള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ GD അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവർക്ക് പെട്ടെന്ന് പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരുമിച്ചിരുന്ന് പഠിക്കുക, നീ പറഞ്ഞോ ഞാൻ കേട്ടോളാം എന്ന് പറയുന്നവർക്ക് പെട്ടെന്ന് പഠിക്കാം. അതേസമയം വിഷ്വൽ ആൾക്കാർ അങ്ങനെ പഠിച്ചാൽ തോക്കും ഹൈലി. പിന്നെ ഒരു ടൈപ്പും കൂടെ ഉണ്ട് കെനസ്തെറ്റിക്. കെനസ്തെറ്റിക് എന്നാൽ അവരിങ്ങനെ കണ്ടിട്ടുണ്ട് നടന്ന് പഠിക്കും. അവർക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അവരുടെ കൈ അടങ്ങിയിരിക്കില്ല. ടിപ്പിക്കൽ എക്സാം എന്തെങ്കിലും ഡ്രസ്സ് ആണെങ്കിൽ പിടിച്ചു നോക്കണം, തൊട്ട് നോക്കണം, ഇങ്ങനെയുള്ളവരെയാണ് കെനസ്തെറ്റിക്. അപ്പം നമ്മൾ ചിലപ്പോൾ പിള്ളേരെ ലേബിൾ ചെയ്യും, ഭയങ്കര ചട്ടമ്പിയ, ഭയങ്കര വികൃതിയ. ആക്ച്വലി ദേ ആർ കെനസ്തെറ്റിക്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത്
പേരൻസിനാണ് കൂടുതൽ മനസ്സിലാക്കണം, ആസ് വെൽ ആസ് ടീച്ചേഴ്സിനും. ഒരു ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഓരോ ബാച്ച് തുടങ്ങുന്നതിന് മുമ്പും ഈ ടെസ്റ്റ് ചെയ്തിട്ട് വേണം എൻ്റെ ക്ലാസ്സിൽ വിഷ്വൽ ആളാണോ കനസ്തെറ്റിക് ആണോ ഓഡിറ്റർ, അതിനനുസരിച്ച് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി മാറ്റിയാൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവും. കാരണം വെച്ചാൽ ഇപ്പം നോക്കുന്നത് ലെക്ചറിങ് ആണ്. ലെക്ചറിങ് ഓൺലി ബെനിഫിറ്റ് ഫോർ ദ ഓഡിറ്ററി. റെസ്റ്റ് ഓഫ് ദ 75% ഇസ് ഗോൺ. സത്യമായിട്ടും. ബിക്കോസ് 75% ഓഡിറ്ററിയും അല്ല കനസ്തെറ്റിക്കും വിഷ്വലും ആയിരിക്കും. ഇത് ആക്ച്വലി ടീച്ചേഴ്സ് അത്യാവശ്യം നന്നായിട്ട് അറിയേണ്ട ഒരു പോർഷനാണ്. ഇത് രസമാണ്. കാരണം ആരെങ്കിലും ഫോൺ വിളിച്ച് എന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, പ്ലീസ് എന്നോട് ഫോൺ ചെയ്ത് ഡീറ്റെയിൽസ് തരല്ലേ, എനിക്ക് ഒന്നും ഓർമ്മയിരിക്കില്ല, എനിക്കൊരു മെയിൽ അയക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യോ ഞാൻ പറയാറുണ്ട്. ഇത് ലേണിംഗ് മാത്രമല്ല കേട്ടോ, റിലേഷൻഷിപ്പിനെ ഇത് എഫക്റ്റ് ചെയ്യും. ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം. എൻ്റെ മദർ ഇൻ ലോ ഷീസ് എ ഹൈലി ഓഡിറ്ററി, എൻ്റെ ഹസ്ബൻഡും. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ നോക്കത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ അവരുടെ മനസ്സിലെന്ന് വെച്ചാൽ കൊച്ചിനോട് എന്തിനാ ചോദിച്ച്, അതായത് കേട്ട് വിഷമിപ്പിക്കാൻ. ഞാനൊരു ഹൈലി വിഷ്വൽ കനസ്തെറ്റിക്ക, എന്നാലും അമ്മയുണ്ടല്ലോ ഇതെന്തൊരു അമ്മായിമ്മ എന്ന് വിചാരിച്ചു. പക്ഷെ അമ്മേനെ എനിക്കറിയാം, അമ്മ ഇസ് എ ഓഡിറ്ററി, അമ്മ ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച. ആ സമയത്ത് ഞാൻ കനസ്തെറ്റിക്ക, സങ്കടം വരുമ്പോൾ അടുത്തൊന്ന് വന്നിരുന്നു, ഒന്ന് തൊട്ടു. അപ്പോൾ ഇപ്പം എന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ അച്ചായൻ അറിയാം എനിക്ക് സങ്കടം വരുമ്പോൾ ഇവക്ക് ഇതാണ് വേണ്ടത്, ദാറ്റ് സൂത്തൻസ്. ഇനി അച്ചായനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് പോയില്ല. കാരണം ചോദിക്കുന്നത് ഇറ്റ് ഗെറ്റ്സ് ഇറിറ്റേറ്റഡ്. പലപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ വരുന്ന സാരസ്യത്തിന്റെ ഒരു പ്രശ്നം ഈ ഇന്റേണൽ റെപ്രസെന്റേഷൻ. മനസ്സിലാക്കിയ ഭയങ്കര രസമാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഈവൻ എംപ്ലോയി നമ്മുടെ കൂടെയുള്ള കോ വർക്കേഴ്സിന് ചിലർക്ക് ഇപ്പൊ വിഷ്വൽ ആൾക്കാരാണ്, അവരുടെ മുഖം ഒന്ന് ചെറുതായിട്ട് മാറി അവർ ഫീൽ ചെയ്യും. കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നടന്നു വരുമ്പോൾ ഒന്ന് ഹായ് പറഞ്ഞില്ല, ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, ഉടനെ അവർ ഫീൽ ചെയ്യും. ഇറ്റ്സ് ബേസിക്കലി ദേ ആർ വിഷ്വൽ, അല്ലാതെ അവരുടെ ദേഷ്യം. ഇത് മനസ്സിലാക്കിയാൽ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിക്കംസ് ലിറ്റിൽ മോർ സ്മൂത്തർ. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഐ ഫീൽ ലൈക്ക് സംവെയർ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മളെ തന്നെ പഠിപ്പിക്കണം. അതായത് ഓരോ കുട്ടികളും പഠിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ആ തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ടൂൾസ് യൂസ് ചെയ്ത് കുറച്ചും കൂടെ ആക്സലറേറ്റ്, അവരുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ എൻ്റെ രീതി എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് കളർ പെൻ വേണം, എനിക്ക് അണ്ടർലൈൻ ചെയ്യണം. എൻ്റെ മോടെ ബുക്കിൽ ഞാനൊരു വര വരച്ച് അവൾ പ്രശ്നം ഉണ്ടാക്കും. അവൾ പറയും വേണ്ടമ്മ അതിലൊന്നും വരയ്ക്കരുത്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് കുറേയും കൂടെ എളുപ്പമാണ്. കുഞ്ഞുങ്ങൾക്ക് ഏത് മെത്തേഡ് പഠിപ്പിച്ചാൽ അവർ പെട്ടെന്ന് പഠിക്കുക. ചിലർ പറഞ്ഞു ഉറക്കെ വായിച്ചു പഠിക്കടി, ആക്ച്വലി അത് വിഷ്വലായിട്ടുള്ളതൊക്കെ എവിടെ ഉറക്കെ വായിച്ചാൽ എന്താ, അത് പക്ഷേ ഓഡിറ്ററിക്ക് അത് പെട്ടെന്ന് ഗുണം ചെയ്യും. ഇതുപോലെയാണ് ആൻസൈറ്റി ആൻഡ് ഡ്യൂറിങ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ്. അപ്പോൾ സിൻസ് യു ഹാൻഡിൽ സോ മെനി കിഡ്സ്, വാട്ട് ഈസ് ഇറ്റ് വൺ ടിപ്പ് ദാറ്റ് യു ഗിവ് സ്റ്റുഡൻസ്? പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു വൺ അഡ്വൈസ് ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് കൊടുക്കുന്നത് എന്താണ്? ഒന്നെന്ന് പറയുന്ന പല കുട്ടികളും പല രീതിയിലാണ് പഠിക്കുക, അവർ പ്രോസസ്സ് ചെയ്യുന്ന പല രീതിയിലാണ്. ഇപ്പം ആങ്സൈറ്റി ഇഷ്യൂ ഉള്ള കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ നോക്കണം. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും വെപ്രാളം. അല്ലാത്ത ചിലർ പറയും എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുന്നു. അവരുടെ ഞാൻ ബേസിക്കലി നോക്കുക ആസ് എ പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് അവരുടെ ബ്രീത്തിങ് പാറ്റേൺ നോക്കും. അപ്പോൾ ബ്രീത്തിങ് പാറ്റേൺ നോക്കുമ്പോൾ അവർ ഈ ചെസ്റ്റ് ലെവലിൽ നിന്നാണെന്നെങ്കിൽ അവർ ഹൈലി സ്ട്രെസ് ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. ഒന്ന് അവരെ കാം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ലീഡിലുണ്ടായിരുന്നു. ഐ വാസ് എ പാർട്ട് ഓഫ് ലീഡ് ഓൾസോ. ചെയ്യുന്ന ഒരു റിലാക്സേഷൻ എക്സാമിന് മുമ്പ് ഞങ്ങൾ അവരെ ഒരു 10 minutes റിലാക്സേഷൻ മൂഡിൽ കൊണ്ടുപോയിട്ട് കംഫേർട്ട് ചെയ്തിട്ടാണ് പിറ്റേ ദിവസത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ. ദാറ്റ്സ് എ റെഗുലർ പ്രാക്ടീസ് ഇൻ ലീഡ്. കുറേ പിള്ളേർ കളിയാക്കുമെങ്കിലും ദാറ്റ്സ് എ വെരി കംഫർട്ട്. ഇങ്ങനെയുള്ള ടെൻഷൻ ഓവറായിട്ടുള്ളവരെ സംബന്ധിച്ചുള്ള ആ 5 to 10 minutes വൈകുന്നേരം ഞങ്ങൾ ചെയ്യിപ്പിക്കുക. അത് ഭയങ്കരമായിട്ട് സൂത്രം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് എ വൺ മെത്തേഡ് വി ക്യാൻ ഡു ഇറ്റ്. Thomas is your partner. Thomas George is your partner for lead and also Kochi business. Yes, he's a chief mentor. Correct. Chief mentor there. Thomas പലപ്പോഴും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ എടുത്താണ്. Now coming to business, when you talk about a management school, how challenging do you find your role? ഈ ഒരു റോൾ ഉണ്ടല്ലോ as a principal of Kochi Business School, എത്ര ചാലഞ്ചിങ് എത്ര എക്സൈറ്റിംഗ് ആണ് for you? It was really challenging because ഞാൻ വന്നത് 2020-ലാണ് KBS ടേക്ക് ഓവർ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ KBSൽ 120 സീറ്റ്സ് ഉണ്ടെങ്കിലും 20 സീറ്റ്സ് ഇറ്റ്സ് അറ്റ് ദ വേർജ് ഓഫ് ക്ലോഷർ. ആ സമയത്താണ് 2018 തൊമ്മൻ ഇത് ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ തൊമ്മനെ ഞാൻ ആക്ച്വലി തിരിച്ച് റിട്ടേൺ ബാക്ക് ടു സൗദിയിൽ പോകേണ്ട സമയത്ത് കൊറോണ കാരണം എനിക്കിവിടെ സ്റ്റക്കപ്പാൻ. അപ്പോൾ തൊമ്മൻ എന്നോട് ഒറ്റ വാക്യം പറഞ്ഞു, ബിന്ദു ഇറ്റ്സ് ഓൺലി 20, എനിക്കത് 120 ആയി കാണണം. ഐ വോണ്ട് ദിസ് ടു ബി എ സക്സസ് മോഡൽ.
കൊറോണയുടെ സമയത്ത് MBA അഡ്മിഷൻ കയറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എൻ ഈസി ജോബ്. അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. നമ്മുടെ കൂടെയുള്ളവർ ആരും വിശ്വസിക്കില്ല. ദാറ്റ്സ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് പാർട്ട്. കാരണം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, മാം എന്തിനാ ഇത്ര എഫേർട്ട് ഇടുന്നത്, കാരണം ഇത്രയും നാളത്തെ ഹിസ്റ്ററിയിൽ 20 വന്നിട്ടുള്ളൂ മാം, ഇതിന് ബിൽഡിങ്ങിന് പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കാത്തതുകൊണ്ട് ഇറ്റ് വാസ് first you have to believe in yourself, പിന്നെ ആ process. And luckily the 2020 തന്നെ I hit the 120 and the saga goes, now I am reaching 180. Oh, that's amazing. ഇപ്പോൾ MBA സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ MBA എന്ന് പറയുന്നത് വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈലും കൂടിയാണ്. അതായത് നോട്ട് ഫാഷനബിൾ ഇൻ ദ സെൻസ് ഒരു പ്രസ്റ്റീജ് ഉള്ള ഒരു പ്രൊഫൈലും കൂടിയാണ്. When someone says he or she is an MBA. Is MBA for everybody? എല്ലാവർക്കും പറ്റിയ ഒരു പ്രൊഫൈൽ തന്നെയാണോ? What are the qualities that you look for? ഒരു MBA ആസ്പയറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? വാട്ട് ഷുഡ് ബി ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്? MBA സംബന്ധിച്ചിടത്തോളം ഇപ്പം 5-6 സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പം അത് വെച്ച് പറയുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഇപ്പോൾ ഫിനാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുന്നത് അനലിറ്റിക്കൽ കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കണം ഫിനാൻസിൽ പോകേണ്ടത്. അത് മാർക്കറ്റിങ്ങിൽ വരേണ്ടത് നന്നായിട്ട് സംസാരിക്കാനും കൺവിൻസിങ് നെഗോസിയേഷൻ സ്കില്ലുള്ളവരായിരിക്കണം വരേണ്ടത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. HR ആണെങ്കിൽ വെറുതെ എനിക്ക് പഠിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് HR എടുക്കരുത്. യു ഷുഡ് ഹാവ് എ വെരി സ്ട്രോങ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളത്, എംപതി ഏറ്റവും കൂടുതലാണ്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ അനലിറ്റിക്സ് ആണ്. എല്ലാവരും പോയി പഠിക്കേണ്ടത്. ഈ അനലിറ്റിക്സ് എടുക്കേണ്ടത് വളരെ അനലിറ്റിക്കൽ ക്രിട്ടിക്കൽ തിങ്കിങ് ലോജിക്കൽ സീക്വൻസിങ് ഉള്ളവർക്കാണ് കുറച്ചും കൂടെ നല്ലത്. മനസ്സിലായി, വിഷ്വലി നമുക്കത് കാണാനൊക്കെ. അപ്പോൾ ഈ ഓരോ സ്പെഷ്യലൈസേഷനും അതിൻ്റെതായ ഒരു ട്രെയിൻസ് ഉണ്ട്. ഇനി ഞാനൊരു MBAക്ക് പോകുന്നൊരു കുട്ടിയോട് ആദ്യം ചോദിക്കുന്നത് ഏത് കോളേജിലെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ് അവിടെ നിൽക്കട്ടെ, എത്ര രൂപ ശമ്പളം കിട്ടുന്നുള്ള അവിടെ നിൽക്കട്ടെ. ആക്ച്വലി നിനക്ക് MBA വന്നിട്ട് എന്ത് പ്രോബ്ലമാണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന ഒരു സ്ഥലത്തെ ഇന്നത് സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, ദിസ് ഇസ് വൺ ഓഫ് മൈ കോർ പില്ലർ USP എന്ന് നിനക്ക് തോന്നുന്നത് എന്താണ്, അത് നോക്കിയിട്ട് മാത്രമേ എല്ലാവരും MBAയിൽ പോരുന്നു. അല്ല എല്ലാവരും പോകുന്നതനുസരിച്ച് പോരുന്നു ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. എനിക്ക് എന്നെ പണ്ട് പറയാം നല്ല വായാടി എന്ന് പറയാം. ഐ എം എ വെരി ടോക്കറ്റീവ് പേഴ്സൺ. അതിൽ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ആൾക്കാരെ. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ MCOM എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ സാറാണ് ഐഡൻറ്റിഫൈ യു ആർ എ മെറ്റൽ ഫോർ എൻ MBA ബിക്കോസ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വെൽ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ വെൽ, സോ യു ആർ എ മെറ്റൽ ഫോർ MBA എന്ന് മനസ്സിലായി. അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് ആളുകളെ കൺവിൻസ് ചെയ്തെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. സോ ഐ വാസ് എ ഗുഡ് മെറ്റൽ ഫോർ മാർക്കറ്റിംഗ്. സോ എന്നെ ഒരു സാധനം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ടത് ചെയ്തെടുത്തു കൊണ്ടുവരാൻ പറ്റും. ഇതൊന്നുമില്ലാത്ത ഒരാൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പറ്റില്ല എന്നല്ല, ഇറ്റ് വിൽ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഞാൻ പറയുന്നത് നമുക്ക് ഓരോ കുട്ടികൾക്കും നിർബന്ധിച്ച് എല്ലാവരും പോകുന്നതിൻ്റെ പുറകെ എടുക്കാണ്ട് എനിക്ക് ഇന്നൊരു കഴിവുണ്ട്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് നന്നായിട്ട് എന്താ പറയുന്നത് വിഷ്വലി കാണാം, അല്ലെങ്കിൽ വിഷ്വലി എന്ന് വേണ്ട, എനിക്കൊരു മാർക്കറ്റ് ചെയ്ത് ഡിജിറ്റൽ സ്പേസിൽ പറ്റും. അങ്ങനെയുള്ളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് MBA എടുക്കാം, സോ ദാറ്റ് യു ക്യാൻ ആക്സലറേറ്റ്. അപ്പോൾ കോർപ്പറേറ്റിൽ കുറച്ചും കൂടെ കയറാൻ പറ്റും. ഇനി എനിക്ക് കുറച്ചും കൂടെ നമ്പർ ഗെയിംസിന് പറ്റും. സോ യു ആർ ഗുഡ് ഇൻ ഫിനാൻസ്. സോ അത് അനലിറ്റിക്കൽ കേപ്പബിലിറ്റിയിൽ യു ആർ ഗുഡ് ഇൻ ഫിനാൻസ്. കാരണം ഫിനാൻസിന് വേണ്ടത് പണ്ടത്തെ ബാലൻസ് ഷീറ്റ് അല്ല, കുറേയും കൂടെ മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ്. കാരണം മറ്റുള്ളവരുടെ പൈസ യു ആർ ഹാൻഡ്ലിംഗ് വിത്ത് ഇറ്റ്. സോ യു ഷുഡ് ഹാവ് എ വെരി ഷാർപ്പ് അക്യൂമെന്റ്. സോ ഇത് ഇല്ലാതെ എല്ലാവരും വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ എല്ലാവരും ഒരു കപ്പ് ഓഫ് ടീ ആണോ MBA എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിലും ഞാൻ അതിനെ കാണാറുണ്ട്. ഇല്ലാത്തവരെ ഞാൻ ബിക്കോസ് ഐ ആം എ ട്രെയിനർ, സോ അതുകൊണ്ട് ഞാൻ ട്രെയിൻ ചെയ്ത് എടുക്കാറും ചെയ്യാറുണ്ട്. ഒരു റിക്രൂട്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെന്താണ് സ്കിൽ സെറ്റ്സ് ഇപ്പം നോക്കുന്നത്, അവരെന്താണ് ഏറ്റവും അധികം, ഏത് ബ്രാഞ്ചാണ് ഏറ്റവും അധികം കോവറ്റ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റിൽ വരുമ്പോൾ ലെറ്റ് മീ പുട്ട് ഇറ്റ് ബ്ലാൻഡ്, ഇറ്റ്സ് എ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ്. അതിപ്പോൾ IIM-ലാണെങ്കിലും എവിടെയാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് വരിക. അതിൽ നോക്കുന്നത് വെദർ യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് ടു പ്രസൻറ്റ് യുവർസെൽഫ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ആൻ എംപ്ലോയർ. ആ കോൺഫിഡൻസ്. ഓക്കെ, അതിന് ഞാൻ പറയുന്ന 3 C പറയും. വൺ ഈസ് യുവർ കമ്മ്യൂണിക്കേഷൻ. Are you able to communicate it well? Second thing is your clarity of thoughts. We're meeting around the bush. Are you clear at what you are talking about? Third thing is, are you able to take up your skill for the career transition? അതായത് ഇവനെ എടുത്താൽ ഞാൻ ട്രെയിൻ ചെയ്താൽ ആ കരിയറിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഈ 3 സാധനങ്ങളും ഉണ്ട്. ആൻഡ് ദേ ഓൾസോ ചെക്ക് വെദർ യു ഹാവ് ആൻ അഡാപ്റ്റബിലിറ്റി quotient. Okay. Earlier we spoke about IQs, we spoke about EQ, and now people look at the adaptability quotient. കാരണം ഇറ്റ്സ് എ ഫാസ്റ്റ് പേസ് ചേഞ്ചിങ് ആണ്. അപ്പം അഡാപ്റ്റബിൾ ആണോ ആൻഡ് ഫ്ലെക്സിബിൾ ആണോ എന്ന് ഇപ്പോൾ പല എംപ്ലോയേഴ്സും ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ, ക്ലാരിറ്റി ആൻഡ് career അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, ആൻഡ്
adaptability quotient. So when we talk about MBA schools, ഇപ്പോൾ കേരളത്തിൽ തന്നെ we have so many MBA schools. 118 AICT approved only. Oh my god. അതിൽ നിന്ന് ഒരു പ്രോബ്ലി ഒരു 5-6 സ്കൂൾസ് ആയിരിക്കും ദ ടോപ്പ് ലോട്ട് ഓഫ് സ്കൂൾസ് എന്ന് കരുതപ്പെടുന്നത്. പിന്നെ ഇന്ത്യയിലെ സ്കൂൾസ്, പിന്നെ എബ്രോഡ് സ്കൂൾസ്. ഈ 3 ഇക്കോസിസ്റ്റംസ് എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? ഓക്കെ, ഞാൻ സാധാരണ പിള്ളേരോട് പറയും, നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ്. Tier 1, Tier 2, Tier 3 നമ്മൾക്ക് സാധാരണ ഗ്രേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇഫ് യു വോണ്ട് ടു ബി ഇൻ ദ വെരി ടോപ്പ് ലെവൽ, ടോപ്പ് നോച്ച് ആണെങ്കിൽ ഞാൻ പറയും നിങ്ങളൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്തുമ്പോഴേ നിങ്ങൾ കാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, ബിക്കോസ് Tier 1-ലാണെങ്കിൽ 95 above percentile ഉണ്ടെങ്കിൽ you can get into it. Okay, so if you're too much focused on it and you're too much ambitious on it, prepare yourself in the start of the degree first year so that by the degree third year you can crack it and you get into it. Right. Okay, ഇനി അതല്ല എല്ലാവർക്കും അത്രയും പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ കോളേജസ് ഉണ്ട്. ഓക്കെ, ആ കോളേജസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഇന്ത്യയിൽ പുറത്ത് പോയിട്ട് നിങ്ങൾക്കൊരു എക്സ്പോഷേഴ്സ് കുറച്ചും കൂടെ വേണം, എനിക്കൊരു പാൻ ഇന്ത്യ ലെവലിലേക്കാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്, അതിൽ എനിക്ക് ടോപ്പ് ലെയറിലേക്കാണ് കയറേണ്ടത്. സോ സം പീപ്പിൾ ഹാവ് എ വെരി ക്രിസ്റ്റൽ ക്ലിയർ, എനിക്ക് മെക്കൻസ്കിയിൽ കയറണം, എനിക്ക് ബൂസ്റ്റണിൽ കയറണം, അല്ലെങ്കിൽ എനിക്ക് ഹൈ ലെവൽ മിഡ് ലെവലിനേക്കാളും ഹൈയിലേക്കാണ് കയറേണ്ടത് എന്നുള്ള ഒരു ആസ്പിറേഷനുള്ള കുട്ടികളാണെങ്കിൽ ഐ ഓൾവേസ് സേ പ്ലീസ് റൈറ്റ് ദ കാറ്റ് ആൻഡ് ക്രാക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പ് പ്രീമിയർ 25 to 30 കോളേജസ്. ഇനി അതല്ല നിങ്ങൾക്കൊരു ഗ്ലോബൽ എക്സ്പോഷറാണ് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഏജൻസികൾ മാത്രം കേട്ടിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കരുത്. കാരണം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി AIയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ആ ഡിഗ്രി ഇവിടെ വന്ന് വാലിഡ് അല്ല. മനസ്സിലായോ? നിങ്ങൾ 10-25 അല്ലെങ്കിൽ 20 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു, നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ MBAക്ക് വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പോവുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി, ഇനി ആ നല്ല യൂണിവേഴ്സിറ്റി ഇതുപോലെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് വാഴ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് പോയിട്ട് അവരുടെ യഥാർത്ഥ ഫേസ് എന്താണെന്നുള്ളത്. ബിക്കോസ് ഐ ഹാവ് സർട്ടൻ പീപ്പിൾ ഹൂ ഈസ് ഇൻ ദ റിക്രൂട്ടിംഗ് ഏജൻസി. സോ ഇഫ് യു റിയലി ലുക്കിംഗ് ഓൺ ദ ഇന്റർനാഷണൽ ഗ്ലോബൽ എക്സ്പോഷർ, യു ഇൻവെസ്റ്റ് ദാറ്റ് മച്ച് ആൻഡ് ഗോ ടു ദ ഫോറിൻ യൂണിവേഴ്സിറ്റി. ഇഫ് നോട്ട്, ഞാൻ പറയുന്നത് വെറുതെ ഡെറ്റ് എടുത്ത് കടം വാങ്ങിച്ചിട്ട് പോകരുത്. അപ്പം ഞാൻ ഒരു MBA ചെയ്യാൻ വേണ്ടി ഒരു കോളേജിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ കോളേജ് കറക്റ്റാണോ അല്ലയോ, അതിൻ്റെ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. കാരണം എവിടെ പോയാലും വെബ്സൈറ്റ് വളരെ ഗ്രാൻഡ് ആയിരിക്കും, കാര്യം അവിടെ ഉണ്ടോ ഇല്ലയോ, ഫാക്കൽറ്റി നല്ലതാണോ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്ത് റേറ്റിങ്സ്, എന്ത് രീതിയിലാണ് നമ്മൾ ജഡ്ജ് ചെയ്യുക? ഒന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ റേറ്റിംഗ്സ് ഉണ്ട്. ഒന്ന് റാങ്കിങ്സ്, ദ വീക്കിൻ്റെ ഉണ്ട്, ഔട്ട്ലുക്കിൻ്റെ ഉണ്ട്, NIRF റാങ്കിങ്സ്. ഈ റാങ്കിങ്സ് ഒക്കെ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പം NIRF റാങ്കിങ്ങിൽ വരികയാണെങ്കിൽ 1-2 കോളേജസ് മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അത് ഒരു പാരാമീറ്റർ ആണ്. രണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ വീക്കിൻ്റെ റാങ്കിങ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാ വർഷവും അവർ ദ വീക്ക് റാങ്കിങ് ഇറക്കും MBA കോളേജസിന്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എൻ ഓവറോൾ പിക്ചർ, ഔട്ട്ലുക്ക് ഇതൊക്കെ ഇറക്കും. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ഇസ് എ റാങ്കിങ്. സെക്കൻഡ് ഇസ് എ അക്രഡിറ്റേഷൻ. ഇപ്പം NAC ആൻഡ് NBA. പക്ഷെ NAC ഞാൻ പറയാം കഴിഞ്ഞ 2 വർഷമായിട്ട് വിത്ത്ഹെൽഡ് ആണ്. കോഴ കേസ് കാരണം അത് വിത്ത്ഹെൽഡ് ആണ്, കാരണം പൈസ കൊടുത്ത ആളുകൾ NAC. സോ ദാറ്റ് ഇസ് സ്റ്റിൽ വിത്ത്ഹെൽഡ്, അതില്ല. പക്ഷെ എന്നാലും യു ക്യാൻ, കേരളത്തിൽ ആണെങ്കിൽ ഞാൻ പറയും ഇറ്റ്സ് ഫെയർലി ഗുഡ് എനഫ്. NACO NBO നോക്കിക്കഴിഞ്ഞാൽ NBA, ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കോളേജിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ NBA വാലിഡിറ്റി ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞു ഉണ്ടെങ്കിലും വാലിഡിറ്റി കഴിഞ്ഞു. സോ ദിസ് ഇസ് എ സെക്കൻഡ് പാരാ. അതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ദിസ് ഇസ് എ സെക്കൻഡ്. തേർഡ് തിങ് ഈസ് നാച്ചുറലി നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ്സ് ആണ്. ദാറ്റ്സ് എ മോസ്റ്റ്. കാരണം നിങ്ങൾ 4-5-6 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ മാത്രമല്ല. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എ ജോബ് ആൻഡ് ഡെഫിനറ്റ്ലി അവിടുന്ന് നിങ്ങൾ ഏൺ ചെയ്ത് നിങ്ങൾ ROI മീറ്റ് ചെയ്യണം. അപ്പം പ്ലേസ്മെന്റ് ട്രജക്ടറി എന്തുമാത്രമുണ്ട്, കഴിഞ്ഞൊരു 4-5 വർഷത്തെ പ്ലേസ്മെന്റ്സ് ആ കോളേജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ്. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ദ പ്ലേസ്മെന്റ് പാരാമീറ്റർ നോക്കണം. 4 പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ചെലവാക്കാനുണ്ട്. എനിക്ക് ആപ്പിൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, എൻ്റെ 10,000 രൂപ ഉള്ളെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ഓക്കെ, അപ്പം നിങ്ങളുടെ കപ്പാസിറ്റി എത്രയാണ്, നന്നായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടോ, അതും ഒരു പാരാമീറ്റർ ആയിട്ട് വരും. ഇനി 5 പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുന്ന കോളേജസിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് വന്നിട്ടുള്ളത്.
ഓക്കെ, ഇപ്പോൾ കൺസൾട്ടിങ് കമ്പനീസ് ആണോ, മിഡ് ലെവലിൻ്റെ മേളിലോട്ടാണോ കമ്പനീസ് റിക്രൂട്ട്മെൻറ്റിന് വന്നിട്ടുള്ളത്, ഇതൊരു പാരാമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതൊന്നുകൂടെ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് ലെവൽ ക്രീമി ലെവൽ ടയർ 1 വരുന്ന കോളേജസ് എന്ന് പറയുന്നത്, കമ്പനീസ് എന്ന് പറയുന്നത് ആ ലെവലിലുള്ള കമ്പനീസ് ആയിരിക്കും. അവരുടെ പൊസിഷൻസ് വ്യത്യാസമായിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? ടയർ 3 പൊസിഷൻസ് ആയിരിക്കത്തില്ല ടയർ 1 വന്ന് എടുക്കുന്നത്. സോ ഞാൻ പറയുന്നത്, ഞാനിത് എല്ലാ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളെയും കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളെ തന്നെ വെർ ഡു യു ഫൈൻഡ് യുവർ സെൽഫ് ഓവർ ദേ. അപ്പോൾ ഇതാണ് ബേസിക്. ഇനി നമ്മുടെ സാധാരണ കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് നോക്കണം, അവരുടെ പല പേരൻസും കഷ്ടപ്പെട്ടിട്ടായി, ഒരു മിഡിൽ ക്ലാസ് ലെവലാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും കുട്ടികളെ വിടുന്നുണ്ടാവുക. സോ വൺ ഓഫ് ദ പാരാമീറ്റർ വിച്ച് യു ക്യാൻ ലുക്ക് ഇൻ ടു ദ ഫാക്ടർ ഇസ് ദ ROA and the placement trajectory records. And now coming to this fact that ഇപ്പോഴത്തെ ഒരു ചേർണിംഗ് ഉണ്ടല്ലോ, ഒരു ചേഞ്ച് ഇൻ ദ ഇക്കോസിസ്റ്റം താങ്ക്സ് ടു AI. ഇതെങ്ങനെയാണ് ഈ എൻറ്റയർ ഡിസൈനിനെ മാറ്റിയിരിക്കുന്നത്? ഫ്രം കോളേജസ് ടു റിക്രൂട്ടേഴ്സ് ടു ഹയറിംഗ്, പ്ലേസ്മെന്റ്സ് അത്രത്തോളം ഉണ്ടോ? ഇസ് ദർ എനി ചേഞ്ച്, എനി ഷിഫ്റ്റ് ബിക്കോസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ MBA? യെസ്, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പല എൻട്രി ലെവൽ ജോബ്സും റിക്രൂട്ട്മെൻറ്റ്സ് കുറവാണ്. AI മതി. ഓക്കെ, മനസ്സിലാവുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക HR ഏരിയ നോക്കാം. പണ്ട് ഒരാളിരുന്ന് CV ചെയ്ത് റെസ്യൂമേ നോക്കിയതിൽ നിന്നും ATS വന്നു. ഓക്കെ, പണ്ട് ഒരാളെ ഇപ്പോൾ ധന്യ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ജോലിക്കുണ്ട്, ആൾ വേണ്ട, സൈക്കോമെട്രിക് ടെസ്റ്റ് മതി, അപ്പോൾ അവിടുത്തെ ആ ജോലി തെറിച്ചു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ആ ബേസിക് ആയിട്ടുള്ള റെപ്പറ്റേറ്റീവ് മൊണോട്ടണസ് ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവനും AI ടേക്കപ്പ് ചെയ്തുകൊണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഇന്ത്യ പോസ്റ്റിലുണ്ടായിരുന്നു, ദുബായ് ഈസ് ഗോയിങ് ടു ബി ഏജൻറ്റിക് AI ഫസ്റ്റ് നേഷൻ. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പേരുടെ ജോലി അവിടെ പോകുന്നുള്ളത്, മനസ്സിലാണ്. സോ നമ്മളെ സംബന്ധിച്ചുള്ള AI ഇനി വരേണ്ടത് ലിവ് വിത്ത് AI, ഇൻറ്റഗ്രേറ്റ് ദ എൻറ്റയർ തിങ് കരിക്കുലം ഇൻ ടു ദ AI സ്പേസ്. കുറച്ചും കൂടെ വ്യത്യസ്തപ്പെട്ട് വരുവാണെങ്കിൽ, ഇപ്പം ഞാൻ പഠിക്കാൻ വരുന്നു, തീർച്ചയായിട്ടും ഒരു 2030 എഡ്യൂക്കേഷൻ സിനാരിയോ നോക്കിക്കോളൂ. എൻ്റെ ഏതാണോ പാത്തുള്ളത് അതിനനുസരിച്ച് AI പറയും ഇന്നതായിരിക്കും, it's good for you. So you can travel along with that, you can accelerate your career path little more easier. റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഫൈനാൻസ് ഏരിയയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ AI വന്നപ്പോഴത്തെ ക്വാണ്ടം ഓഫ് ഡേറ്റയാണ് പ്രോസസ്സ് ചെയ്ത് ഒരു മനുഷ്യനേക്കാളും കൂടുതൽ അപ്പോൾ അവിടെ ഒരാളുടെ ഒരു ജോബും എത്ര പേരുടെയാ പോണേന്നറിയോ. അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ്, മൊണോട്ടണസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടൻറ്റിൻ്റെ പല ജോലികളും പോകും. ടെലികോളേജ്, ഇപ്പം ഞാനൊരു കാറ് വാങ്ങിച്ചു, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷനും ആ കാർ വാങ്ങിക്കുന്നതിലില്ല. കാരണം ഞാൻ വെറുതെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നെറ്റിൽ കയറി സെർച്ച് ചെയ്തു, അപ്പോൾ ഉടനെ കാർ ദേക്കോ എനിക്കിങ്ങോട്ട് അയച്ചു, ആർ യു ലുക്കിംഗ് ഫോർ എ കാർ? ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി യു വോണ്ട് ടു സീ ദ ഫോട്ടോസ് ഇൻ വാട്സാപ്പ്, ഇമ്മീഡിയറ്റ്ലി എൻ്റെ വാട്സാപ്പിൽ വന്നു. ദെൻ അവർ നമ്മളുടെ അനലിറ്റിക്സ് നോക്കി, നമ്മളുടെ ഇമോഷൻസ് ഒക്കെ അവർ സെൻസ്, ഇങ്ങനെ ഏതിലാണ് ഞാൻ ഇത്ര സെക്കൻഡ് ഹൂക്കപ്പ് ചെയ്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി എനിക്ക് കറക്റ്റ് ഒരു കാർ സജസ്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ ജസ്റ്റ്. സോ ഇത് നേരത്തെ എത്ര പേര് വിളിക്കണം, എത്ര തവണ ഷോറൂമിലേക്ക് പോകണം, ഇതൊന്നും ഞാൻ പറഞ്ഞ ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാവും. അപ്പം ഇത്തരത്തിൽ നോക്കുവാണെങ്കിൽ AI പല ഏരിയകളിലും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ MBA എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഞാൻ പറയുന്ന സ്കില്ലും ഇമ്പോർട്ടൻ്റാണ്, നോളജും ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ എവിടെയാണ് സ്കൂളിൽ പോയി പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ധനിയുടെ കുറേ ഡേറ്റ ഇരിപ്പുണ്ടല്ലോ ഫ്രണ്ടിൽ, ഈ ഡേറ്റ കൊണ്ട് മാത്രം കാര്യമുണ്ടോ? somebody should be there to execute it. Correct? You need to take an decision on the pressure points. ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ ഈ പഴയ റോഡ് മെമ്മറിയിൽ നിന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ട ട്രാൻസിഷൻസ്. അതാണ് എത്ര ക്രിട്ടിക്കലായിട്ട് ആ ഡേറ്റ വെച്ച് ChatGPT gives everything. ആ ക്രിട്ടിക്കലായിട്ട് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം, ആ പ്രഷർ പോയിന്റ്സിൽ നിന്ന് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണം. എനിക്ക് ക്യാവോട്ടിക് ആയിട്ടുള്ള ടീമിനെ ചിലപ്പോൾ മാനേജ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് സ്കില്ല് വേണം, എംപത്തറ്റിക്കൽ ലീഡർഷിപ്പ്. ഇതൊക്കെയാണ് MBAയിൽ AI കൊണ്ട് പല കോളേജസും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IIT have introduced mental well-being course. Okay. First year it's a mandatory paper. പണ്ടില്ലായിരുന്നു, മനസ്സിലായി. IIM has introduced. So പല ആളുകളും മെൻ്റൽ വെൽബീയിങ്ങിനെ പറ്റി, it started to be a course, a mandatory course there. Like they say, emotional intelligence is a big part of being a good leader.
എക്സാക്ട്ലി കറക്റ്റ്. And that has to be somewhere introduced in the courses Absolutely. alongside. കാരണം എന്ന് വെച്ചാൽ ഈ എ വരുമ്പോൾ പലരുടെയും ജോലി പോവും, യു ഗെറ്റ് ആങ്സൈറ്റി, യു ഗെറ്റ് ഡിപ്രഷൻ. ഇത് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇറ്റ്സ് എ ഫാസ്റ്റ് ക്വിക്ക് ചേഞ്ചസ് വിച്ച് ഇസ് ഹാപ്പനിങ്. സോ ഈ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനും നമ്മൾ പഠിക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഇസ് എംപ്ലോയബിലിറ്റി. അപ്പോൾ അതിനകത്ത് വരുന്നത് ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. വാട്ട് ഡു യു ഹാവ് ടു സേ ആസ് എൻ എഡ്യൂക്കേഷനിസ്റ്റ് വിത്ത് റിഗാർഡ്സ് ടു കമ്മ്യൂണിക്കേഷൻ? കാരണം എനിക്ക് ഓർമ്മയുണ്ട്, when I was trying to speak Hindi, എന്നോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഗ്രാമർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമില്ല, നിന്റെ ഐഡിയ ഷുഡ് ബി കറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഡിയൻസ്. വെരി ട്രൂ. ഡു യു അഗ്രി വിത്ത് ഇറ്റ്? വെരി മച്ച് അഗ്രി വിത്ത് ഇറ്റ്. കാരണം ഞാനിപ്പോൾ ഒരു 19-20 years ആയിട്ട് ഞാൻ ട്രെയിനിങ്ങിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വിസാറ്റിൻ്റെ കയ്യച്ചാടി കോളേജസിലൊക്കെ ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ ബീഹാറിയൻസ് വരുന്നുണ്ടാവും. അവരെയൊക്കെ ഇംഗ്ലീഷ് പറയാനേ അറിയണ്ടാവില്ല. അവർ പറയും ഗോ ദർ പുട്ട് കം ബാക്ക് എന്നൊക്കെയാണ്. പക്ഷേ റിക്രൂട്ട്മെൻറ്റ് കയറും. മലയാളി പിള്ളേർക്ക് ഫുൾ ഗ്രാമർ അറിയാം, പക്ഷെ ദേ ഡോണ്ട് ഹാവ് ദ കോൺഫിഡൻസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇതിലാണ് വ്യത്യാസമുള്ളത്. അതായത് കമ്പനിക്കാരന് നിൻ്റെ അനർഗനിർഗളമായിട്ടുള്ള ഇംഗ്ലീഷ് ഒന്നും വേണ്ട, നിനക്ക് കാര്യം ചെയ്തെടുക്കാൻ ബേസിക് കമ്മ്യൂണിക്കേഷൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. നമ്മുടെ പിള്ളേർക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലാംഗ്വേജ് മാത്രമല്ല ബാരിയർ, അവർക്ക് കോണ്ടന്റ് ഇല്ല. മനസ്സിലാവുണ്ടോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ MBA ഞാനൊരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചാൽ പലപ്പോഴും അവർക്ക് അതിൻ്റെ ഇൻഡെപ്ത് അറിയില്ല. അറിയാത്തൊരു സാധനത്തെ പറ്റി എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാവും, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാവും, ഇംഗ്ലീഷ് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമായിട്ട് പിള്ളേർ, അവർക്ക് അതിനുള്ള കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനും കൂടെ ആസ് എൻ അക്കാഡമിഷ്യൻ, ആസ് എൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ we have to put a lot of effort. Is that your only challenge with the new lot of students? അതല്ലാതെ വേറെ ഏതെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ that you deal with more students? കാരണം എന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്ന അവരുടെ ഫോക്കസ് പലപ്പോഴും ഡിലീറ്റ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് തിങ് ഇസ് മോർ ഇൻ ടു ദ ഇൻസ്റ്റാഗ്രാം. I'm so sorry with all the due respect. ഇൻസ്റ്റാഗ്രാം നല്ലതാണ്, ഓക്കെ, പക്ഷേ കുട്ടികൾ കുറേ ഇപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൊരു സാധനം പറയാം. ഇവരെന്തുവായി ഇൻസ്റ്റാഗ്രാമിൽ നോക്കാൻ, ഇവരുടെ കുറച്ച് കണ്ടൻസ് ഞാൻ എടുത്ത് നോക്കി, പിന്നെ എൻ്റെ ഫീഡിൽ വരുന്ന മുഴുവൻ ഇതാണ്. ഇത് നമ്മളെ അറിയാതെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് അങ്ങ് കയറിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾ പോകുന്ന അറിയില്ല. സോ നിങ്ങളുടെ തോട്ടിൽ മുഴുവൻ വരുന്നത് ഈ സാധനങ്ങളാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ കുട്ടികൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ്. അവരെ സമയം ഇപ്പം ഞാൻ തിരിച്ചൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണോ ഇവർ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഇവർക്ക് അസൈൻമെൻറ്റ് ഇട്ട് ആ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ആൻ ഓപ്പറേഷൻ സ്റ്റുഡൻറ്റ്, ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയൽ നോളജ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് പേജ്. അതിനകത്ത് കുറേ ഓപ്പറേഷൻസിൻ്റെ കുഞ്ഞു കുഞ്ഞു കണ്ടന്റ്, വെരി ക്ലിയർ കട്ട്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ടീച്ചേഴ്സ് പിള്ളേർക്ക് ഇട്ട് കൊടുത്താൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇത് സെർച്ച് ചെയ്യും, ഇവരുടെ ഫീഡിൽ പിന്നെ ഇതാ വരിക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാണ്. സോ ഇതൊരു പ്രോബ്ലമാണ്, അതിന് സൊല്യൂഷനും അപ്പുറത്തുണ്ട്. That's a very innovative solution. കാരണം പിള്ളേരുടെ ഇൻസ്റ്റാഗ്രാം നോക്കരുതെന്ന് പറയാൻ പറ്റുമോ? That's another thing which I find it very difficult. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ദിസ് ഇസ് എ വെരി ട്രിക്കി ക്വസ്റ്റ്യൻ. ഇതല്ലേ പല ബിസിനസ്മെനും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മെനും പറയാറുണ്ട്, ഒരു MBA ഡിഗ്രിയുടെ ആവശ്യമില്ല. അതിനോട് യോജിപ്പുണ്ടോ? ഇല്ല. ആ MBA ആ പറഞ്ഞ ആളുകളോട് ഞാൻ പറയാം, നിങ്ങളുടെ CEO അല്ലെങ്കിൽ മിഡ് ലെവൽ ഹയർ ലെവൽ മാനേജറുള്ള ഒരാൾ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ നിങ്ങൾ ഹയർ ചെയ്യുമോ? MBA എന്ന് പറയുന്നത് അതൊരു ട്രാൻസിഷനാണ്, അതൊരു ഡിഗ്രി മാത്രമായിട്ട് എടുക്കരുത് നിങ്ങളതിനെ. കാരണം MBA എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈൻ MBA ഉണ്ട് അല്ലേ, ഡിസ്റ്റൻസ് MBA ഉണ്ട്. എന്തിന് ക്ലാസ് റൂമിൽ പോയി MBA എടുക്കണം? അല്ലെങ്കിൽ MBA എന്തിനെടുക്കുന്നത് വെച്ചാൽ MBA കൂടുതൽ കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഓഫ് തിങ്കിങ് ആണ്. കേസ് സ്റ്റഡിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ പ്രോബ്ലം, യു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. ഓക്കെ, അതിന് 2-3 ലെയർ ആക്കും, പ്രൈമറി സെക്കൻഡറി ഒക്കെ. സെക്കൻഡ് തിങ് ഈസ് യു ജനറേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്, ദെൻ യു ഗെറ്റ് ഇൻ ടു ദ ഓൾട്ടർനേറ്റീവ്. ഇനി കേസ് സ്റ്റഡിയിൽ പലപ്പോഴും ഉള്ളത് ഫുൾ ഫാക്ട്സ് ഉണ്ടാവില്ല. സോ യു ഹാവ് ടു സെർച്ച്, ദെൻ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ബേസിക്കലി ഈ ഡിസിഷൻ ഇനി പലപ്പോഴും MBAയിൽ ഏറ്റവും കൂടുതൽ നല്ല കോളേജസിൽ പ്രസൻറ്റേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ 20 minutes ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. 20 minutes ഒരു കേസ് കൊടുത്ത് യു ഹാവ് ടു ഡു എ പ്രസൻറ്റേഷൻ. സോ അറ്റ് ദ പീക്ക് ഓഫ് ദ വേർഡ്സ് ആയിരിക്കും ഇവരിത് ചെയ്ത് പറയേണ്ടത്. ഓക്കെ, അവിടെ കുറേ സ്കില്ലുകളാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ സംവദിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വരും. ഇതൊക്കെയാണ് ലേണിങ്ങിലൂടെ നിങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ MBA എന്ന് പറയുന്നൊരു ഡിഗ്രി മാത്രമല്ല. ഫോർ എക്സാമ്പിൾ ക്ലാസിക്കലി യു ഹാവ് ആൻ മൊബൈൽ, ഐ ഹാവ് എ മൊബൈൽ. മൊബൈലിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് ഇസ് കോൾ. 5,000 രൂപയ്ക്കും കിട്ടും, 1.5 ലക്ഷം രൂപയ്ക്കും കിട്ടും. ഈ 1.5 ലക്ഷം രൂപ എന്തിനാണ് നമ്മൾ
സ്പെൻഡ് ചെയ്യുന്നത്? കോളിങ്ങിനല്ലല്ലോ, ഇറ്റ്സ് എ ഫീച്ചേഴ്സ്. സോ നാച്ചുറലി ഒരാൾ MBA-കാരനെ ചൂസ് ചെയ്യുന്നത് അവൻ്റെ സർട്ടിഫിക്കറ്റിനല്ല, അവൻ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട്, അതിനാണ് ഒരു MBA-കാരനെ അവൻ ചൂസ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ സ്കില്ല് മാത്രം അല്ല, നോളേജും ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സ്കില്ലിൻ്റെ കാര്യം മെൻഷൻ ചെയ്തപ്പോഴാണ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് സോഫ്റ്റ് സ്കിൽസ് ഇൻ ദീസ് ഡേയ്സ് അല്ലേ? അപ്പോൾ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് what are soft skills? Soft skill is basically നമ്മളെ സംബന്ധിച്ച് hard skill is a more of a technical skill. Soft skill is basically how you are able to accelerate or have a more of a ease of interpersonal relationship. അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ കരിയറിലേക്ക് മുകളിലോട്ട് കയറ്റാൻ പറ്റുന്ന കുറച്ചും കൂടെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ടീം ബിൽഡിംഗ്, പിന്നെ പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കില്ലായിട്ട് വരിക. മൈ PhD was in that, employability skill of MBA students in the state of Kerala. അപ്പം ഞാൻ അന്ന് 2016-17 ഏകദേശം 100ഓളം എംപ്ലോയേഴ്സിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് ഏകദേശം 12 സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ പലപ്പോഴും ആളുകൾ അതിനകത്ത് 12 skills. Let me know what. So first is a communication, problem solving, team building, then attitude, then your problem solving skill, your critical thinking skill, learning, your digital literacy, പിന്നെ 2-3 കൂടെ ഉണ്ടായിരുന്നു. സോ ഇതിനകത്ത് ദ മോസ്റ്റ് സർപ്രൈസിങ് പാർട്ട് ഈസ് നിങ്ങൾ പഠിക്കുന്ന അക്കാഡമിക് ലേണിംഗ് കംസ് ഓൺ ദ 9th പൊസിഷൻ. ഓക്കെ. ദെൻ ഐ ടുക്ക് 4 സെഗ്മെന്റ്സ് ആണ് എടുത്തത്. അതായത് IT എടുത്തു, മാനുഫാക്ചറിങ് എടുത്തു, ബാങ്കിങ് എടുത്തു, FMCG എടുത്തു. ഇവരുടെ എല്ലാം കൂടി എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ സ്കിൽ സെറ്റിന് ഐഡൻറ്റിഫൈ. ഏറ്റവും കൂടുതൽ വന്നത് കമ്മ്യൂണിക്കേഷനാണ്. എല്ലാ എംപ്ലോയേഴ്സും അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നവർ we looking for the communication. Second one is attitude, because എന്ന് വെച്ചാൽ ആ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ പറയുന്നതിൻ്റെ ടോൺ, നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി, ഇതെല്ലാം അപ്പുറത്തിരിക്കുന്ന എംപ്ലോയേഴ്സ്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന പീപ്പിൾ ഹു ആർ സിറ്റിംഗ് അറ്റ് ഓപ്പോസിറ്റ് ആർ സ്റ്റുപ്പിഡ് ഇനഫ്. അവരിത് കുറേ കണ്ടും കേട്ടും അവർക്ക് ഇമ്മീഡിയറ്റ്ലി സെൻസ് ഔട്ട് ചെയ്യാൻ പറ്റും, ഇതെടുത്താൽ ഇത് കേൾക്കുമോ എനിക്ക് തലവേദന. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ തുടക്ക സമയത്ത് എനിക്ക് പണി എത്ര പഠിക്കാൻ പറ്റും, എനിക്കൊരു 4 years കൊണ്ട് കമ്പനിക്ക് എന്തുമാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നവരാണ് പെട്ടെന്ന് ആക്സലറേറ്റ് ചെയ്ത് മുകളിലോട്ട് കയറാൻ പറ്റുക. പിന്നെ തീർച്ചയായിട്ടും പ്രോബ്ലം സോൾവിങ്, അതൊരു വലിയ ആസ്പെക്റ്റ്. കാരണം എൻ്റെ കമ്പനിയിൽ എനിക്ക് സെയിൽസ് കുറവാണ്, ആ സെയിൽസ് കൂട്ടാനാണ് ഞാൻ നിനക്ക് 40,000 രൂപ എന്ന് എടുക്കുന്നത്. സോ യു ആർ സോൾവിങ് മൈ പ്രോബ്ലം. ഓക്കെ. അതുപോലെ തന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. എൻ്റെ കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ChatGPT ചോദിക്കാനാണെങ്കിൽ എനിക്ക് 40,000 രൂപ തരേണ്ട കാര്യമില്ല. യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് വിത്ത് ഓൾ ദ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് എ ക്വിക്ക് ഡിസിഷൻ. ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നത്, അല്ലാതെ വെറുതെ ഇരിക്കാനല്ല. സോ ഐ വോണ്ട് എ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ഫീഡ്ബാക്ക് ഓർ ദ നമ്പേഴ്സ് ഓൺ മൈ ടേബിൾ. Then only I'll be able to give you the salary. How about teamwork? ഡെഫിനറ്റ്ലി യെസ്. കാരണം എന്ന് വെച്ചാൽ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു നല്ല ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ടീമിൻ്റെ എനർജി ആയിരിക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇൻഡിവിജ്വൽ പ്ലെയർ, ലെറ്റ് മീ പുട്ട് ഇറ്റ് വെരി ബ്ലണ്ട്, ഇൻഡിവിജ്വൽ പ്ലെയറിന് ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് നോക്കുക, ഇവനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. മറ്റുള്ളവരെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാൾ അടുത്ത ലെവലിൽ കയറില്ല. 101% മാനേജ്മെന്റ് ഒരിക്കലും അയാളെ പ്രൊമോട്ട് ചെയ്യില്ല. പ്രൊമോട്ട് ചെയ്താൽ ബേൺ ഔട്ട്സ് ഉണ്ടാവാൻ. ഈ സോഫ്റ്റ് സ്കിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിലെ കുട്ടികൾ പൊതുവെ നോക്കിയാൽ ജനറലി എവിടെയാണ് ഏറ്റവും ലാഗ് ചെയ്യുന്നത്? ഒന്ന് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ആറ്റിറ്റ്യൂഡ്. എൻ്റെ കോളേജിൽ വന്നിട്ടുള്ളതും ട്രെയിനിങ് എടുത്ത് വലിയ കുഴപ്പമില്ല. ആക്ച്വലി പറഞ്ഞാൽ എംപ്ലോയബിലിറ്റി റിപ്പോർട്ട്, വീൽ ബോക്സ് എംപ്ലോയബിലിറ്റി റിപ്പോർട്ട് 2026 നെറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള ഈസ് ഇൻ ദ 5th പൊസിഷൻ ഇൻ ടേംസ് ഓഫ് എംപ്ലോയബിലിറ്റി. നോട്ട് ബാഡ്. ആൻഡ് ഓൾസോ ഏറ്റവും കൂടുതൽ എംപ്ലോയബിലിറ്റി ഉള്ളത് MBAക്ക് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് 72%. ഒരു ബിസിനസ് സ്കൂൾ നടത്തുമ്പോൾ അതിൽ ഏറ്റവും വരുന്ന വലിയ ചാലഞ്ച് എന്താണ് ഫോർ യു പേഴ്സണലി? The quality faculty. Oh, tell me about it. I'm so sorry. ഇപ്പം പഴയ പോലെ ഗൂഗിളിൽ നിന്നോ ChatGPT നിന്നോ കോപ്പി പേസ്റ്റ് ചെയ്ത് സ്ലൈഡിലിട്ട് പിള്ളേരോട് പറഞ്ഞാൽ അവർക്കത് വേണ്ട. പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിന് അതേ അറിയില്ല. ദേ ആർ നോട്ട് അപ്ഗ്രേഡിങ്, ദേ ആർ നോട്ട് അപ്സ്കില്ലിങ്. ഞങ്ങളൊരു PhD കൂടെ കിട്ടിയാൽ തീർന്നു, ഞങ്ങൾ എന്തോ എപ്പിറ്റം ഓഫ് നോളേജ് എന്നുള്ള. കാരണം ഇന്നത്തെ കുട്ടികളെ 10 വർഷം മുമ്പ് പഠിപ്പിച്ച പോലെ പറ്റില്ല. PPT ഇട്ടത് പുറകെ തിരിഞ്ഞിരുന്ന് വായിച്ച് അവർക്ക് ദേ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഓക്കെ. ആ ഒരു ചാലഞ്ച്, ആ ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റിലേക്കുള്ളൊരു ചേഞ്ച് ട്രാൻസിഷൻസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ഐ ഫൈൻഡ് ഇറ്റ്
ഞങ്ങളും ലീഡും ഒക്കെ ഒരു ദിവസം എത്ര പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി ഉള്ള നല്ല ഷോർട്ടേജ് ഉണ്ട്, ഇൻഡസ്ട്രിയിൽ ആസ് സച്ച് ഷോർട്ടേജ് ഉണ്ട്. And also access to the experts should be a challenge, right, from all over the country. അതൊരു ബുദ്ധിമുട്ടുണ്ടാറുണ്ടോ ഇഫ് യു മാർക്കറ്റ് ലീഡേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലീഡേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കൊച്ചിയിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ആൻഡ് താങ്ക്സ് ടു മൈ അഡ്വൈസറി ബോർഡ്, ബിക്കോസ് എനിക്ക് ദിനേശ് തമ്പി സാർ VP of TCS, പ്രതാപ് സാർ VP of സിന്തൈറ്റ്, അങ്ങനെ കുറേ ആൾക്കാർ, നിഖിൽ ഗോപാലകൃഷ്ണൻ യൂട്യൂബിലുള്ളതും കുറേ ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരാളെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എനിക്ക് കണക്ട് ചെയ്യപ്പെടാനുള്ളൊരു കൊച്ചി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ കിട്ടുന്നതിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. Now coming to leadership skills, I think അത് വളരെ ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് ഹോൺ ചെയ്യുക would be is something that would help in the long run. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് കുട്ടികളെ കാണുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുക ദിസ് പേഴ്സൺ ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ലീഡർ സം ഡേ? അത് കോർപ്പറേറ്റ് ലാഡറിലാവണം എന്നില്ല, വേറെ ഏത് സ്ട്രീമിലാണെങ്കിൽ. ലീഡർഷിപ്പ് ട്രേറ്റ്സ് ഏകദേശം കാണിച്ചു തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ്. കാരണം ഒരു ലീഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവന് ഇനിഷ്യേറ്റീവ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. മനസ്സിലായി? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കേസിലാണെങ്കിൽ ആദ്യം ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും, സെക്കൻഡ് ഇസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നത് തന്നെ എലിമിനേറ്റ് ചെയ്യാനാണ്, സെലക്ഷൻ അല്ല അത്, അണ്ടർസ്റ്റാൻഡ്. അതിനകത്ത് ഇനിഷ്യേറ്റീവ് ആണ് നോക്കുന്നത്. ആദ്യം ആര് പറയുന്നത്, എത്ര തവണ സംസാരിക്കുന്നു, എത്ര ലോജിക്കലായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇനിഷ്യേറ്റീവ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, ആ ട്രേറ്റ് കാണും പറയാം കൊള്ളാം. ഓക്കെ, പിന്നെ മാത്രമല്ല ആ കുട്ടിയെ സംബന്ധിച്ചോളം ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കരമായിരിക്കും. മൂന്നാമത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കാര്യമായിട്ട് തന്നെ ഇവർക്ക് ആ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേറ്റർ എന്നൊന്നും പൊസിഷൻ ഒന്നും കൊടുക്കണ്ട, അവൻ അതിൻ്റെ ഉള്ളിൽ കോർഡിനേറ്റർ ആയിരിക്കും. അവനെ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യണം, അവൻ കൊള്ളാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്കൊരു കുട്ടീനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ആസ് എൻ MBA ആസ്പിരന്റ്, ഇഫ് യു ഒരു MBA ആസ്പിരന്റിന് ഒരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചൊരു ടീച്ചർ ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ, ബിഫോർ യു ഗെറ്റ് ഇൻ ടു MBA കോളേജ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നീ എന്തിന്, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ, വൈ ഡു യു വോണ്ട് ടു കം ഫോർ MBA? പോയിന്റ് നമ്പർ 1, എനിക്ക് ഡിഗ്രി കഴിഞ്ഞു, അതുകൊണ്ട് എന്തെങ്കിലും ഒരു PG കോഴ്സ് ചെയ്യണം. അതല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പിടിച്ച് പെട്ടെന്ന് കെട്ടിക്കും, അതുകൊണ്ട് ഞാനൊരു PG ചെയ്യുന്നു. 3 എന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ് തുടങ്ങണം, അതുകൊണ്ട് ഞാനൊരു MBA ചെയ്യുന്നു. 4, എനിക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടണം. ഇതൊരു നോർമൽ റുട്ടീൻ മുണ്ടീൻ എക്സ്പ്ലെയിൻ. അതല്ലാതെ ഇത് 4 കളഞ്ഞിട്ട് നിനക്ക് എന്തിന് MBA വേണം? ഇതിനൊരു ക്ലിയർ കട്ട് ആൻസർ ഉള്ള ഒരു കുട്ടിക്കാണ് അവൻ ഫോക്കസ് ചെയ്ത് അവൻ എന്തിനു വന്നു എന്നുള്ളത് ക്ലിയർ കട്ട് ക്ലാരിറ്റിയിൽ. ഇതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന എൻ്റെ പണി എന്ന് പറയുന്നത്. എനിക്ക് എന്താവണം, അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യിപ്പിക്കാറുള്ളത് ഒരു പ്രോസസ്സ് ഉണ്ട്. ഐ ഹാവ് ഒരു ജേർണലിംഗ് ഉണ്ട്. ആ ജേർണലിംഗ് ചെയ്യുമ്പോൾ അവനെക്കൊണ്ട് തന്നെ ഗോള് സെറ്റ് ചെയ്ത് അവനെക്കൊണ്ട് തന്നെ ഗോളിലേക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ. അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ, ഐ ഹാവ് എ സ്റ്റുഡൻറ്റ് 2022 ബാച്ച്. ആ കുട്ടി വളരെ ഒരു പുവർ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അച്ഛൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച 2 മുമ്പ് മരിച്ചുപോയി. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. ഷീ കെയിം ഹിയർ. സോ ഈ പ്രോസസ്സിലൂടെ കടന്നു പോയപ്പം അവൾ എഴുതിയൊരു അക്ഷരം എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്, എനിക്ക് 50,000 റുപ്പീസിൽ എനിക്ക് MBA 3rd സെമസ്റ്ററിൽ ഇവിടെ നിന്ന് ജോലി കിട്ടിപ്പോണം. ക്ലിയർ കട്ടാണ്. ഓക്കെ, ആൻഡ് ധന്യ, യു വോണ്ട് ബിലീവ് ഇറ്റ്, അവൾ 3rd സെമസ്റ്ററിൽ ജാരോയിൽ 55,000 അവൾ ജോയിൻ ചെയ്തു. ആൻഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇന്ന് അവളാണ് കുടുംബം നോക്കുന്നത്, 80+ സാലറി ഉണ്ട്. അവൾ വീട് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. എവറി മന്ത് ഷീ ഈസ് സെൻഡിങ് അമ്മ 35,000 റുപ്പീസ്, അമ്മയ്ക്കൊരു 20. സി, ദാറ്റ്സ് എ ഡിഫറൻസ്. സോ വെൻ യു പുട്ട് എ ഗോൾ, റിവേഴ്സിൽ വർക്ക് ചെയ്ത് തുടങ്ങിയെങ്കിൽ ആ സാധനം ഞാൻ പറയുക കുട്ടികൾക്ക് വേണം. Climbing the corporate ladder is not easy. No. ഞാൻ ഒരു കോർപ്പറേറ്റ് എൻവയൺമെൻറ്റിൽ വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു ബ്രേക്ക് ദ ഗ്ലാസ് സീലിംഗ്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെയുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാൻ മീഡിയയിലായിരുന്നു, മാനേജ്മെൻറ്റിൽ അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ്. വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ഗേൾസ് ഹു വാണ്ട് ടു ബി MBA? ഗേൾസിനെ സംബന്ധിച്ചാൽ ബി ബോൾഡ്. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ ബിലീവ് ഇൻ യോർ സെൽഫ്. ബിലീവ് ഇൻ യോർസ്. 2 പറയുന്നത്, ക്രിറ്റിസിസം കേൾക്കുകയാണെങ്കിൽ ഇമോഷണലി കയറി, നമ്മൾ പെൺകുട്ടിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് ഇമോഷണലി റിയാക്ട് ചെയ്യും.
ഓക്കെ, അത് പതുക്കെ ഒന്ന് ലോജിക്കിലേക്ക് എടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. കാരണം ആദ്യത്തെ റിയാക്ഷൻ എപ്പോഴും ഇമോഷണൽ ആയിരിക്കും. അത് നമ്മളെ കോർപ്പറേറ്റ് വേൾഡിലേക്ക് ഉടനെ നമ്മൾ ലേബിൾ ചെയ്യും. ഇവള് കണ്ടോ പെട്ടെന്ന് അല്ല, ഭയങ്കര ഇമോഷണൽ. അത് നമ്മൾ വളരെ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമുക്കൊരു എൻവിറോൺമെൻറ്റ് ഗേൾസ് ആണെങ്കിൽ അത് ബോയ്സ് ആയിക്കോട്ടെ, ഒരു നല്ല എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. യു ഷുഡ് ബി എ കോൺട്രിബ്യൂട്ടർ ബേസിക്കലി. യു ഷുഡ് ബി എ കോൺട്രിബ്യൂട്ടർ ബേസിക്കലി, മനസ്സിലായി. അല്ലാത്ത ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് സിസ്റ്റം വേണമെന്നേ. വി വോണ്ട് സപ്പോർട്ട് സിസ്റ്റം, അത് പെണ്ണായാലും ആണായാലും. അപ്പം ഞാൻ എപ്പോഴും പറയാന്ന് പറയുന്നത് അലൈസിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ദാറ്റ് സംബഡി വിൽ ബി, ഒരു ഗോഡ് ഫാദറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ഒരു മെന്റോർ, ഒരു ഗൈഡ്. ദാറ്റ്സ് എ വൺ തിങ്. ഡോക്ടർ ബിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഡോക്ടർ ബിന്ദുവിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കുറേ പ്രഷ്യസ് ആയിട്ടുള്ള അഡ്വൈസും ഗൈഡൻസും ഉണ്ട്. Can you share a few with us? എൻ്റെ പപ്പ ബേസിക്കലി ഗൾഫിലായിരുന്നു. എനിക്ക് 9th സ്റ്റാൻഡേർഡിലാണ് അപ്പ തിരിച്ചു വരുന്നത്. വെച്ചാൽ ഓൺ ആൻഡ് ഓഫ് അപ്പ എല്ലാ വർഷവും വരുമെങ്കിലും ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അപ്പ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ഓക്കെ, എനിക്ക് അപ്പായെ ഒത്തിരി മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് മുതലൊരു 5 years എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുവരെ എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളൊരു പെൺകുട്ടിയായിരുന്നു. കറുത്തതായതുകൊണ്ട് ചിരിക്ക് പോലും ഇപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ പഴയമുള്ളവർക്ക് അറിയാവുന്ന ചിരിക്കില്ലാത്തൊരു. എൻ്റെ അപ്പനാണ് ആദ്യമായിട്ട് എന്നെ വിശ്വസിച്ചത് ഇവള് പറക്കുന്നത്. എല്ലായിടത്തും കൊണ്ട് നടത്തി എന്നെ കാണിച്ച്. ആൻഡ് വെൻ ഐ വാസ് അറൗണ്ട് 19 years ആണ് അപ്പം എന്നെ വിട്ടു പോകുന്നത്. അതിനുശേഷം ഈ പറയണ പോലെ ആ 5 വർഷം കൊണ്ട് അപ്പം എന്നെ നന്നായിട്ട് എക്യൂപ്പ് ചെയ്തു. ഇപ്പം എന്നോട് ധന്യ ചോദിക്കുന്നു, എന്തിനീ ഇത്രയും പ്രയാസവും ബുദ്ധിമുട്ടെടുത്ത് എഡ്യൂക്കേഷൻ ഇത്രയും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എൻ്റെ അപ്പയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയെന്നാണ് പറയാം. അപ്പയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് ബേസിക്കലി. ഞാനൊരു കോട്ട് കണ്ടിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കുട്ടികളെ വളയ്ക്കാൻ പാടുള്ളൂ, ഓടിക്കാൻ പാടില്ല. അത് തന്നെയാണോ ഇപ്പോൾ കൊച്ചി ബിസിനസ് സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ഐ എം എ ഫേം പ്രിൻസിപ്പൽ. എന്നാൽ വളരെ ഫ്രണ്ട്ലി ആണ്. പക്ഷെ നമുക്ക് പ്ലേസ്മെന്റിൽ പോകുമ്പോൾ ലുല്ല ബേബി മാത്രം പാടിയാലൊന്നും പ്ലേസ്മെന്റിൽ കേട്ടില്ല. ലെറ്റ്സ് കൺസിഡർ MBA കോളേജ് ആസ് എ ഫിനിഷിംഗ് സ്കൂൾ. ഓക്കെ, അപ്പം നമ്മൾ അവനെ റിഫൈൻ ചെയ്തിട്ട് വേണം അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ആ പ്രോസസ്സിൽ വിളക്കേണ്ടിടത്താണെങ്കിൽ നല്ല രീതിയിൽ വളച്ച്, ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഒരു ഒടിയില്ല എന്നുള്ളത്. ഓക്കെ, ദാറ്റ് സംതിങ് അതെൻ്റെ അപ്പായിൽ നിന്ന് കിട്ടിയതാണ്. അപ്പയാണ് ആ എഡ്യൂക്കേഷനിൽ മുഴുവൻ എനിക്ക് റെഫറൻസ് പോയിന്റ് എൻ്റെ അപ്പയാണ്. കാരണം അപ്പ പറയും, ഭയങ്കര മിടുക്കന്മാരെ പഠിപ്പിക്കുന്നതിലല്ല ഒരു അധ്യാപകൻ വേണ്ടത്. ഏറ്റവും താഴെയുള്ള കുട്ടികളെ പോലും ഒരു ഡെൽറ്റ ഡിഫറൻസിൽ കൊണ്ടുവരുന്നിടത്താണ് ഒരു ടീച്ചർ ജനിക്കുന്നതെന്ന് അപ്പം കൊച്ചിലെ മുതൽ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ടായിരിക്കും. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ഇൻ മൈൻഡ്. സോ യു ഹാവ് ഇൻസ്പയർഡ് മെനി ടു അച്ചീവ് ദർ ഡ്രീംസ് അല്ലേ? യെസ്. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ നിമിഷം എപ്പോഴാണ് ആസ് എ ടീച്ചർ? ഞാൻ ഏതെങ്കിലും കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസ്, സംതിങ് ദാറ്റ് യു ക്യാൻ നറേറ്റ് ടു us. എനിക്കൊരു വേറൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ വീട് ചോർന്നൊലിക്കുന്ന വീടാണ്. മനസ്സിലാണ്. ഒരിക്കൽ എൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ കോളേജ് വന്നിട്ട് പറഞ്ഞു, മാം എനിക്ക് ഹോസ്റ്റൽ ഫീ അടയ്ക്കാൻ പൈസയില്ല, ഡ്രോപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, നീ മുമ്പോട്ട് പോകും, ലോൺ എടുത്ത് പഠിക്കും. ഇന്ന് അവന് ദുബായിൽ ഷോബ ബിൽഡേഴ്സിൽ വർക്ക് ചെയ്യണു, പ്രൊട്ടീ ഗുഡ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്തടത്തുനിന്ന് അവർ ട്രാൻസ്ഫോം ചെയ്ത് അവർ മാത്രമല്ല അവരുടെ ഫാമിലിയും കൂടിയാണ് രക്ഷപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഈ പെയിൻ, പ്രഷർ പോയിൻറ്റ്സിനെല്ലാം ഒരു സാറ്റിസ്ഫാക്ഷൻ, കുട്ടികൾ പറക്കുന്നവർ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ ഐ എം റിയലി ഹാപ്പി വിത്ത് ഇറ്റ്. ഡോക്ടർ, യുവർ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ടിൽ ഡേറ്റ്? ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് അതൊരു പേഴ്സണൽ ലെവലും പറയാം, എനിക്ക് പ്രൊഫഷണൽ ലെവലും പറയാം. പേഴ്സണൽ ലെവലിൽ തീർച്ചയായിട്ടും ഒന്നുമില്ലാതിരുന്നൊരു ബിന്ദു ഇന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. മാത്രമല്ല ഞാൻ പേഴ്സണലി വെച്ചിരുന്ന എൻ്റെ ഗോൾസ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എനിക്കെപ്പോഴും KBS ഇസ് സംതിങ് ക്ലോസർ ടു മൈ ഹാർട്ട്. കൊച്ചി ബിസിനസ് സ്കൂൾ ഞാൻ എടുക്കുമ്പോൾ 20 സ്റ്റുഡൻസിൽ നിന്നും 180 ഗ്രോത്ത്. മാത്രമല്ല കഴിഞ്ഞ 3 years ആയിട്ട് ദ വീക്കിൻ്റെ റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്ന് 3rd റാങ്കിങ് ആണ്. എന്ന് പറഞ്ഞാൽ രാജഗിരി, SCMS, അത് കഴിഞ്ഞ് KBS ആണ്. നോക്കി നിങ്ങൾക്ക് എല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ChatGPT-യിലൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് നോക്കുന്ന സമയത്ത് ഈ 4 year ട്രാൻസിഷൻ എന്ന് പറയുന്നത് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ, ഒരു എഡ്യൂക്കേഷണലിസ്റ്റ്, ആസ് എൻ അക്കാഡമിഷ്യൻ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് അല്ലേ? മനസ്സിലായി. ഇനി അതിൽ അടുത്തൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് അന്ന് 8 പേരായിരുന്നു എൻ്റെ കൂടെ സ്റ്റാഫ് ഉണ്ടത്, ഇന്ന് 31 പേരുണ്ട്. അപ്പോൾ 31 കുടുംബങ്ങളെ ഞാൻ അവിടെ, ആൻഡ് ഐ പ്രൊവൈഡ് പ്രിറ്റി ഗുഡ് സാലറി ഫോർ എവറി വൺ. സോ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഇൻട്രപ്രണർ ആണെന്ന് പറയാം. ഓക്കെ, ഐ പ്രൊവൈഡ് ജോബ്സ് ടു മെനി, ഐ ഹാൻഡ് ഹോൾഡ് മെനി. മാത്രമല്ല ഞാൻ അവരെ
കുറേ കുട്ടികളെ കരിയറിലേക്ക് ഞാൻ കൈപിടിച്ച് കൊടുക്കുന്ന ഒരു ഗേറ്റ് വേ ആയി മാറുന്നു അൺനോയിങ്ലി. അടുത്ത ഗോൾ എന്താണ്? ഇപ്പോൾ 35th റാങ്കിലാണ് KBS നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ആസ് പെർ ദ റാങ്കിങ്. അതൊരു 25ലേക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ പുതിയ ഇപ്പം ഞാനൊക്കെ പഠിച്ചപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കറിയാം ഇന്ന ജോബാണ്. ഇപ്പോൾ എൻ്റെ പിള്ളേരെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന അൺസർട്ടനിറ്റിയിലേക്കാണ്. അവരെ കുറേയും കൂടെ പെഡഗോഗി ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൗണ്ടേഷൻ ഞാൻ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരു ഡിവൈസ് ചെയ്ത് ഞാൻ ഇറക്കും. അതുപോലെ എനിക്ക് കരിക്കുലത്തിലേക്കും കുറേയും കൂടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എനിക്ക് പിള്ളേരെ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആൻഡ് അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻസ് ആയിട്ട് പുറത്താണ്. സോ അതിൻ്റെ മെൻ്റൽ വർക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇതെല്ലാം സാധിക്കട്ടെ. Thank you so much, Dhanya. On the show. It was a pleasure talking to you. Thank you, Dhanya. Thank you so much. Thank you.